ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തെളിവില്ലെന്ന ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡിന്റെ റിപ്പോർട്ട് തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്നും താൽക്കാലികമായി നിർത്തിവെച്ച ആണവായുധ പദ്ധതിക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വീണ്ടും അംഗീകാരം നൽകിയിട്ടില്ലെന്നുമാണ് മാർച്ച് 25-ന് തുൾസി ഗബാർഡ് കോൺഗ്രസിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്നാണ് ട്രംപിന്റെ വാദം. ഇറാൻ ആണവായുധ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ തന്റെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണെന്നത് താൻ കാര്യമാക്കുന്നില്ലെന്നും ട്രംപ് ആരോപിച്ചു. പിന്നാലെ തന്റെ റിപ്പോർട്ടിലെ ഒരു ഭാഗം അടർത്തിമാറ്റി മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുകയാണെന്ന വിമർശനവുമായി തുൾസി ഗബാർഡ് രംഗത്തെത്തി. തീരുമാനമെടുത്താൽ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ ഇറാന് ആണവായുധം നിർമ്മിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് അവർ വിശദീകരിച്ചു. അത് സംഭവിക്കില്ലെന്ന് പ്രസിഡന്റ് ട്രംപിനും അറിയാമെന്നും തുൾസി ഗബാർഡ് വിശദീകരിച്ചു. അതേസമയം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇടപെടണോയെന്ന് ട്രംപ് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കുമെന്ന് വൈറ്റ് ഹൌസ് വിശദീകരിച്ചു. ഇറാനും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച ഗുണം ചെയ്യില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഇസ്രയേലിനോട് ആക്രമണം നിർത്താൻ പറയാൻ യുഎസിന് ബുദ്ധിമുട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശ്നപരിഹാരം അകലെയെന്നാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. ഇസ്രയേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്ന നിലപാടിലാണ് ഇറാൻ. യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്രജ്ഞരും നടത്തിയ ചർച്ചയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നിലപാട് വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.